അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പൊതുസമൂഹം തമസ്കരിക്കപ്പെടുന്ന മനോഭാവമാണ് പൊതുവെ ഉള്ളതെന്ന് സാംബവ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി. സാംബവ മഹാസഭ വനിതാ സമാജം അടൂർ BRCയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് സാംബവ സമുദായമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിൻ്റെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഐതിഹ്യങ്ങളുടെ പുറകെ പോയി നമുക്കിനി സമയം കളയുവാനില്ല. പക്ഷേ ചില ചരിത്ര വസ്തുതകൾ ചിലതെങ്കിലും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് സമകാലികമായി ചർച്ച ചെയ്യുവാനുള്ള, സമകാലികമായി അതീവ ഗൗരവത്തോടെ കൂടി ചർച്ച ചെയ്ത് നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ എങ്ങനെ നമുക്ക് കൂടുതൽ കരുപ്പിടിപ്പിക്കുവാൻ കഴിയണം, നാളെയുടെ ദിനങ്ങൾ നമ്മുടേത് എങ്ങനെയായി തീരണം എന്നതിനെ സംബന്ധിച്ച് സാമൂഹിക ജീവികൾ എന്ന നിലയിൽ നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരുപാട് മാനസികമായി നമ്മൾ ഒരുപാട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്, പുനരർപ്പണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ വരെ ഒരു ലേഖനവും കിട്ടിയിരുന്നില്ല. പക്ഷേ നവംബർ 26 ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണം. ഭരണഘടനയുടെ 85ാം വാർഷികമാണ്. അതുകൊണ്ട് മറ്റൊരാളിനെ വിളിച്ച് ഒരു ലേഖനം വരുത്തി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നല്ല കാരണമാണ് എന്ന് പറഞ്ഞു. അത് വല്ലപ്പോഴും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന പത്രമായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. പക്ഷേ അപ്രിയ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിൽ തമസ്കരിക്കപ്പെടുവാനുള്ള മനോഭാവമാണ്. വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് R. വിജയകുമാരി അധ്യക്ഷ പ്രസംഗം നടത്തി. ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പരിപാടി ആസൂത്രണം ചെയ്താലും നിങ്ങൾ ഇവിടെ ഈ സമയത്ത് എത്തി ഇതിൽ പങ്കുചേരുന്നതിൽ വലിയൊരു പരിപാടി വേറൊന്നുമില്ല. അതാണ് എൻ്റെ വിജയം. ഓരോരുത്തരോടും ഈ വൈകിയ വേളയിൽ പോലും ഫോൺ ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടി എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ യൂണിയൻ പ്രതിനിധികളെ, വനിതാ സമാജം പ്രവർത്തകരെ, നമുക്കൊരു പുതിയ കാൽവയ്പിനായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വനിതകൾ തന്നെ തീരുമാനിച്ചാൽ നമുക്ക് പറ്റും. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഏറ്റവും നാളേക്കായി നമുക്കൊരു വരുമാനത്തിനായി, വിദ്യാഭ്യാസത്തിനായി, നമ്മളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനായി, വരുമാനത്തിനായി നമുക്ക് കൈകോർക്കാം. അതിൽ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ അംഗങ്ങൾക്ക് ഏത് സമയത്തും ഞാൻ ഒപ്പം ഉണ്ടാകും. നമ്മുടെ സന്തോഷത്തിനും സന്താപത്തിനും ഏത് കാര്യത്തിലും ഒരു വനിതാ സമാജം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു നീണ്ട പ്രസംഗം ഞാൻ അവതരിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ തുടർച്ചയായിട്ട് നമ്മളിന്ന് വനിതാ സമാജം സംഘടിപ്പിച്ച വനിതാ സമാജം ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ് സ്വാഗതം പറഞ്ഞു. സാംബവ മഹാസഭ വനിതാ സമാജം സംസ്ഥാന കമ്മിറ്റി നിലയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളൊരു പബ്ലിക് പ്രോഗ്രാം ഇവിടെ ഇന്ന് നടത്തുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ, ഒരുപാട് വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സ്ത്രീകൾ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടവരാണ്, തരണം ചെയ്യേണ്ടവരാണ്. അത് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയാം. എന്താണെങ്കിലും ഇത്തരം ഒരു വേദി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വനിതാ സമാജം സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ ഉദ്ഘാടനം SMS വൈസ് പ്രസിഡന്റ് CK ശശി നിർവഹിച്ചു. ആ കൺവെൻഷനിൽ വെച്ചാണ് നമ്മൾ അന്ന് അവിടെ വെച്ച് വനിതാ സമാജത്തിന്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ഒരു തുടക്കം, ഒരു ഫസ്റ്റ് തുടക്കം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് നമ്മുടെ മഹാസഭയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മറ്റു ഭാരവാഹികളെയും ഒക്കെ പ്രത്യേകമായും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവിടെ
വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ്. നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, വർഷങ്ങളായി നമുക്ക് വനിതാ സമാജത്തിന്റെ മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു. അപ്പൊ അതിന് തുടക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനത്തിനും നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തന ഫണ്ടാണ്. പ്രവർത്തന ഫണ്ടില്ല, ഇത് മഹാസഭയ്ക്കും ഇല്ല, പോഷക സംഘടനയ്ക്കും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സമ്മാന കൂപ്പൺ ഇന്നിവിടെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു. ഫ്ലവേഴ്സ് കോമഡി പ്രോഗ്രാം ഐറ്റം വേറെ താരങ്ങളായ രാജേഷ് കൊട്ടാരത്തിൽ, സുജിത് കോന്നി, ഹരി റാന്നി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിച്ചു. എന്താ പറയാനറിയില്ല. എന്താണ് പറയുമ്പോ നമുക്ക് നാളെ നിങ്ങളൊക്കെ സ്നേഹ ആദരവ് തന്ന എല്ലാവർക്കും ഹൃദയം തൊട്ട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ സ്നേഹമാണ് ഇന്ന് ഞങ്ങളെയൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സാംബവ മഹാസഭ വനിതാ സമാജം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് 3 പേര് ഈ ഇളയ കലാകാരന്മാർക്ക് ഒരു ആദരവ് തരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ ഈ യോഗ നടപടികളുടെ അധ്യക്ഷൻ ആർ വിജയകുമാരി അവർക്ക് ഞങ്ങളുടെ വിനീതമായ നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും ഇനി പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. സാംബവ മഹാസഭ വനിതാ സമാജ കമ്മിറ്റിക്കും ഞങ്ങളുടെ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ വനിത ടീച്ചറെ എല്ലാവർക്കും നമസ്കാരം. ഇതുപോലൊരു വേദി ഞാൻ പ്രതീക്ഷയാണ്, സ്വപ്നത്തിൽ പോലും നമ്മൾ കാണിട്ടില്ല കേട്ടോ. പിന്നെ ബഹുമാന രണ്ടും ലക്ഷ്യമാർ തീർന്നത് എളുങ്ങല്ല. പിന്നെ അത്യാവശ്യം ഞങ്ങൾ എറണാകുളം വരെ ചൊള്ളണം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ സ്കിറ്റൊക്കെ നമ്മൾ ഒരിക്കലും കറപ്പ് ചേർക്കത്തേ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളെ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് ഒരു പ്രോഗ്രാം കാണണം. അതാണ് ഞങ്ങളുടെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. മഹാത്മാ കാവാരികുളം കണ്ഠൻകുമാരൻ പ്രതിമാശില്പി രഘു രച്ചൂസിനെ ആദരിച്ചു. തുടർന്ന് വനിതാ അംഗത്വ വിതരണോദ്ഘാടനം നടത്തി. വനിതാ സമാജം ട്രഷറർ മിനി KS, അടൂർ നഗരസഭാ കൗൺസിലർ രജനി രമേശ്, ശ്രീലേഖ സതീഷ്, ഭവാനി കുമാരൻ, രജനി മാധവദാസ്, ഓമന മുരളീധരൻ, അമ്പിളി സുരേഷ് ബാബു, ഗംഗ S ശങ്കർ, സജിനി സജി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ സമാജം അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. 9 മലയാളം ന്യൂസ്, അടൂർ.